ഹോമിയോപ്പതി ചീപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾ രണ്ട് കാര്യമാണ്. ഒന്ന് ചീപ്പാണ്, രണ്ട് നിങ്ങൾ മോഡേൺ മെഡിസിൻ കഴിച്ചാൽ അത് ആജീവനാന്തകാലം കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളിത് കഴിച്ചോ, ഇതാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. സത്യത്തിൽ ഇത് ചീപ്പാണെന്നുള്ളതാണ്, ചീപ്പല്ല ഒന്നാമത്തെ കാര്യം. കാരണം ഇപ്പോൾ നിങ്ങൾ കാര്യം ഒരു എക്സ് ഹോമിയോപാത്ത് ആണെങ്കിലും ഇപ്പം കുറച്ചായിട്ട് എക്സ് മുസ്ലിം എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ അങ്ങ് നിൽക്കുകയാണ്. കാരണം അല്ലേ, കുറച്ചധികമായിട്ട് അങ്ങനെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. സോ നമുക്ക് കുറച്ച് ബാക്ക് ടു ആ ഒരു എക്സ് ഹോമിയോപാത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല കാര്യം. ഓക്കെ, ധാരാളം വീഡിയോസ് വഴിയൊക്കെ ആരിഫ് തന്നെ ഈ ഒരു ഹോമിയോയുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് സമൂഹത്തിൽ പരത്തുന്ന കുറേ അന്ധവിശ്വാസങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആളുകൾ വളരെ ബ്ലൈൻഡായിട്ട് ഹോമിയോനെ ട്രസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈവൻ എൻ്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് വീണ്ടും ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചുകൂടാ എന്നെനിക്ക് തോന്നിയത്. സോ നമുക്ക് ആ ഒരു തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോമിയോ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഹോമിയോയിലേക്ക് വന്ന ആ ഒരു റീസൺ എന്താണ്? എന്തിനാണ് ഒരു ഹോമിയോ ഡോക്ടർ ആവാൻ തീരുമാനിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ? എന്തായാലും ഈ ഒരു പുതിയ യൂട്യൂബ് ചാനൽ അല്ലേ, ഓക്കെ, അതിനുള്ള എല്ലാ ആശംസകളും നേരെയാണ്. വളർന്ന് പന്തലിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം തോട്ട് എക്സ്പെരിമെന്റ്സ്, യെസ്, അത് വളരെയധികം അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇപ്പോൾ ഈ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ പോയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നൊരു സംഗതി. അതായത് ഇപ്പം നമ്മളിത് പഠിക്കാൻ വേണ്ടി വന്നത് ഹോമിയോപ്പതിയുടെ മേന്മ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, അതെന്താന്ന് അറിയേ പോലുമില്ല. നമ്മൾ ഇങ്ങനെ എൻട്രൻസ് എഴുതുന്നു, +2 കഴിയുമ്പോൾ എല്ലാവരും ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്നു. നമ്മളും അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാൾ, അത് കഴിഞ്ഞ് നേരെ അതിലേക്ക് വരുന്നു, അങ്ങനെ ചെന്നുപെട്ട് കഴിയുമ്പോഴാണ് ഇതിനകത്ത് പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് അങ്ങനെ എന്ന് അന്വേഷിച്ച് മുന്നോട്ട്. സോ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല, ഇഷ്ടപ്പെട്ട് അതിലേക്ക് പോയതോ അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ? ഹോമിയോപ്പതി എടുക്കാൻ കാരണം അത് നമ്മളെ മുന്നിൽ ഒരു ലെജിറ്റിമേറ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് അങ്ങനെ അത് ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തത്. പക്ഷെ അത് ഒഴിവാക്കിയത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ശരിയല്ല, ഇത് ഒരു അസുഖം മാറ്റുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു പബ്ലിക് മണി വേസ്റ്റേജ് ആണ്. അതുപോലെ കുട്ടികളുടെ ഭാവി, ഇത് ഈ ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടൊക്കെ പോവാന്നൊക്കെ പറയുന്നത് അവരുടെ ഭാവി പോലും നശിപ്പിക്കുന്ന ഒരു സാധനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. ഇപ്പം ഡെഫിനറ്റ്ലി ഒരു മുസ്ലിം ആയിരുന്നു. അപ്പം ആ ഒരു വിശ്വാസമൊക്കെ ഈ ഒരു ഡിസിഷനിലേക്ക് എത്താൻ ഏതെങ്കിലും വിധേന സ്വാധീനിച്ചിട്ടുണ്ടോ? നേരെ തിരിച്ചാണ്. അതായത് ഹോമിയോപ്പതി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് മതത്തെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വഴിവെച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഹോമിയോപ്പതിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിമർശിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഡിബേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നിസ്കാരത്തിന്റെ സമയവും അല്ലെങ്കിൽ നോമ്പിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നോമ്പ് തുറന്നിട്ട് വരാം, നിസ്കരിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇവരെന്നോട് ചോദിക്കും ഇതെന്ത് യുക്തിവാദിയാണ്, അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കും ഇതെന്ത് യുക്തിവാദിയാണ്, നിസ്കരിക്കുന്ന ഹോമിയോ വിരുദ്ധനോ, നോമ്പെടുക്കുന്ന ഹോമിയോ വിരുദ്ധനോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാനും അപ്പൊ അത് ആലോചിക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ, ശരിയാണല്ലോ, ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഹോമിയോപ്പതിയെ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, അതിലെ തെളിവുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ആ ഒരു ചിന്ത പദ്ധതി അല്ലെങ്കിൽ ആ ഒരു തോട്ട് എക്സ്പെരിമെന്റ് അത് നമ്മൾ മതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ മതത്തിനെ അവിടെ അതിലേക്ക് എത്തിക്കുന്നത്, അതിന് പുറത്തേക്ക് വരുന്ന രീതിയിൽ. ഓക്കെ, സോ ഈ ഒരു ഹോമിയോ പഠിച്ചു തുടങ്ങിയ ഒരു സമയത്ത് പഠിക്കുന്ന കാലഘട്ടത്തിലേ തോന്നി തുടങ്ങിയിട്ടുണ്ടോ ഇത് കുറച്ച് അൺസയന്റിഫിക് ആണെന്നുള്ളത്? അല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയത്താണോ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്? അല്ല, പഠിക്കുന്ന സമയത്ത് തന്നെ. കാരണം ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഒരു എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നത്. അത് ലാൻസെറ്റിൽ വന്ന ഒരു സാധനമാണ്. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലൊക്കെ ആരും മരിച്ച പോലെയായിരുന്നു കോളേജിൽ. അതെ, എല്ലാവരും ഭയങ്കര ആരുമില്ല, നമുക്ക് വേണ്ടി ഇനി നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര വിഷമത്തിൽ. അങ്ങനെ വലിയ വലിയ ഡോക്ടർമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും അത് അന്ന് കോളേജ് യൂണിയന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളായിരുന്നു ആ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള സംഗതി. അപ്പം അന്ന് മുതൽ, അതായത് സെക്കൻഡ് ഇയർ മുതൽ ഈ ചർച്ച സജീവമാവുന്നതും ഈ ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വലിയ തോതിൽ ചർച്ചയാവുന്നതും അതിനകത്ത് ഇവർ തരുന്ന മറുപടികൾ നമുക്ക് ബോധ്യപ്പെടാതെ ഇരിക്കുന്നതും ഒക്കെ നമുക്ക് കൂടുതൽ എവിഡന്റ് ആവാൻ തുടങ്ങിയത് ആ ഒരു സെക്കൻഡ് ഇയർ മുതലാണ്. ഏത് വർഷമായിരിക്കും ഇത്? 2005 ഓക്കെ, 5 4 5. ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഇപ്പോഴും ഹോമിയോ വലിയ കേടുപാടൊന്നും കൂടാതെ
പോകുന്നുണ്ട്? കേടുപാട് കൂടാതെ പോകുന്നു എന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചില കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ വലിയ ഇടിയൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇന്ന് ആ കോളേജിൽ കുട്ടികളെ പഠിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾ, നമ്മുടെ ലക്ഷ്യം ഏതാണ്? രോഗികൾ മരുന്ന് കഴിക്കാതെ ആകുന്നതല്ല, അത് സെക്കൻഡറി ആണ്. പ്രധാനമായിട്ടും ഇത് കുട്ടികൾ ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ്, ഇങ്ങനെ ഡോക്ടർ ആവാനുള്ള സാധനമാണ്, ഒരു ഒറിജിനൽ സാധനമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇത് പഠിക്കാൻ പറ്റരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വ്യാപകമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഇനി നമുക്ക് ഹോമിയോയിലെ ശരിക്കുള്ള പ്രശ്നത്തിലേക്ക് വരാം. എവിടെയാണ് ഹോമിയോ അൺസയന്റിഫിക് ആവുന്നത്? അതിനകത്ത് പറയുന്ന കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്, ലൈക്ക് യുവേഴ്സ് ലൈക്ക്, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഡയല്യൂഷൻ്റെ പ്രിൻസിപ്പിൾ. ഇതൊന്നും അങ്ങോട്ട് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളാണ്. ആ ഒരു തോട്ട് തന്നെയാണോ ആരിഫിനെയും ഈ ഒരു ഇതിന് പുറത്ത് വരാൻ പ്രേരിപ്പിച്ചത്? തീർച്ചയായിട്ടും അത് ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ തള്ളി പറയുന്നത്. അതായത് നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. നമ്മൾ ഓർഗനോൺ ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതിയുടെ ബൈബിൾ എന്ന് അല്ലെങ്കിൽ ഖുറാൻ എന്നൊക്കെ വിളിക്കാം, ആ സാധനം, അതുപോലെ മെറ്റീരിയൽ മേടിക്കുക, അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ഒക്കെ കഴിഞ്ഞു. ഒറ്റ ചോദ്യം ബാക്കിയായി. അതായത് ഹാനിമാൻ, അതായത് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള ആള് ഈ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഹാനിമാൻ പറഞ്ഞ ന്യായങ്ങൾക്ക് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ന്യായം ഇന്ന് അവതരിപ്പിക്കാനുള്ള എന്ത് കാരണമാണ് ഇന്നുള്ളത്? അതായത് ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹോമിയോപ്പതി ഉണ്ടാവുമോ ഇല്ലേ? ഇത്രയും നമ്മൾ തിരിച്ചു ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നു, ഹാനിമാൻ ഒരു കാരണവശാലും ഹോമിയോപ്പതി എന്നുള്ളൊരു വാക്ക് പോലും പറയില്ല. മാത്രമല്ല അലോപ്പതി എന്നുള്ള വാക്ക് ഹാനിമാനാണ് ഇട്ടത്. ഓക്കെ, ആ വാക്കൊന്നും പറയില്ല. ഇതാണ് സംഭവിക്കുക. കാരണം എന്താ വെച്ചാൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കുന്നതിനുള്ള കാരണമുണ്ട്. അത് ആ 18-ാം നൂറ്റാണ്ടിൽ ഉള്ളൊരു കാരണമാണ്. ഇന്ന് കാലം പുരോഗമിച്ചു, ഇന്ന് ലോകം പുരോഗമിച്ചു, ആധുനിക വൈദ്യം തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് എന്താണ്? അതായത് നിങ്ങൾ ഒരു മരുന്ന് കൊടുത്താൽ അത് ആ മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസുഖം മാറിയത് എന്ന് തീർച്ചപ്പെടുത്താനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്. നമ്മൾ ട്രയലുകൾ നടത്താമെന്നൊക്കെ പറയും, റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനം. ഇതൊക്കെ ഇന്നുണ്ട്, അന്നതില്ല. അന്ന് അനുഭവ സാക്ഷ്യങ്ങളുടെ പേരിലാണ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ കണ്ടുപിടുത്തം തന്നെ, ഇപ്പോൾ സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു സിങ്കോണ ബാർക്ക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ സിങ്കോണ എന്ന് പറയുന്ന ചെടിയുടെ സത്ത് അതെടുത്ത് കുറച്ച് കഴിച്ചപ്പോൾ എന്തോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതോടനെ ആ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഇത് കുറയുന്നതിൻ്റെ കാരണം ഈ ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. സത്യത്തിൽ ഈ സിങ്കോണ അത് അങ്ങനെ കഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ മാത്രമാണത്, അല്ലാതെ ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അസുഖമല്ല. ഓക്കെ, ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നുമില്ല. മാത്രമല്ല ഇത് എത്ര പേർക്ക് കണ്ടു ഇതേപോലെ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ? അതായത് ഈ സിങ്കോണ ബാർക്ക് എക്സ്പെരിമെൻറ്റ് ഹാനിമാൻ ചെയ്തത് പിന്നീട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാനിമാൻ കണ്ടെത്തിയത് തെറ്റായിട്ടുള്ളൊരു കാര്യവും അത് വെച്ചുകൊണ്ട് ആ തെറ്റായ കാര്യങ്ങൾ വെച്ച് ഹാനിമാൻ നടത്തിയത് തെറ്റായ നിഗമനമാണ്. ഇൻഫറൻസും തെറ്റിപ്പോയി, അതിൻ്റെ ഒബ്സർവേഷനും തെറ്റിപ്പോയി. ഇനി എല്ലാത്തിനുപരി ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി അത് സിഗ്നിഫിക്കൻറ്റും അല്ല. അതായത് വളരെ കുറച്ച് ആളുകളിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചില മാറ്റങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സാധനം കെട്ടിപ്പടുത്തുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിലനിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാരണങ്ങൾ കൊണ്ടുമാണ് നമ്മളിതിനെ തെറ്റാണെന്ന് പറയുന്നത്, ശാസ്ത്രീയമായ കാരണം. അതോടൊപ്പമാണ് നമ്മൾ പറയുന്നത്, ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളൊരു കാരണമില്ല. കാരണം ഇന്ന് ആധുനിക വൈദ്യം ചികിത്സിക്കുന്നത് ഹാനിമാൻ കണ്ടിട്ടുള്ള ചികിത്സയല്ല. ഹാനിമാൻ എന്തിനു ബദലായിട്ടാണ് ഹോമിയോപ്പതി കൊണ്ടുവന്നത്? അലോപ്പതിക്ക് ബദലായിട്ടാണ്. അപ്പോൾ എന്താണ് അലോപ്പതി? അലോപ്പതി എന്ന് പറഞ്ഞുകൊണ്ട് ഹാനിമാൻ വിളിച്ച സാധനം അന്ന് നിലനിന്നിരുന്ന ഹീറോയിക് പ്രാക്ടീസസ് ആണ്. അതായത് അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, നിങ്ങൾക്ക് നീർക്കെട്ടുണ്ടായ ഞരമ്പ് മുറിച്ച് കളയുക, നിങ്ങൾക്ക് വയറിൽ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ നിങ്ങൾ ഛർദ്ദിപ്പിക്കുക, അല്ലെങ്കിൽ വയറിളക്കിക്കുക, അങ്ങനെ വേർപ്പിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെ കാടൻ ചികിത്സകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നത് ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഗ്ലോറിഫൈഡ് ഒരു രൂപത്തിലാണ് അതിനെ വിളിക്കുക. അത് പഞ്ചകർമ്മ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ആയുർവേദത്തിലാണ് ഇന്നത് നിൽക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അലോപ്പതി എന്ന് പറയുന്ന ഒരു സാധനം ഇന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സാധനമാണ്, പഞ്ചകർമ്മയാണ്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ സയൻസ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അല്ല അലോപ്പതി. അപ്പോൾ ഹാനിമാൻ ഇന്ന് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാനിമാൻ ഈ പറയുന്ന അട്ടയെ കൊണ്ട് കടിപ്പിക്കുന്നത് കാണും? ഇല്ല. ഈ മുറിച്ച് ചോര കളയുന്നതിനെ കുറിച്ച് കാണും? ഇല്ല. അങ്ങനെ കോട്ടറൈസേഷൻ അല്ലെങ്കിൽ മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം, സൾഫറിൽ കുഴച്ചുണ്ടാക്കിയിട്ട് പരിപാടി, ഇതൊന്നും ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ സാധനം കണ്ടതുകൊണ്ടും അതിന് ഹാനിമാൻ അത് പഠിച്ച ഡോക്ടറുമായിരുന്നു. ഇവർ സാധാരണ പറയാറ് ഹാനിമാൻ വരെ ഒരു ആധുനിക വൈദ്യ ഡോക്ടറായിരുന്നു, ഒരു MBBS കാരനായിരുന്നു പറയാം.
അന്നത്തെ MBBS ഇതായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതല്ല പഠിപ്പിക്കുന്നത്. ഇന്ന് അത് മാറി. അത് സയൻസ് ഇവോൾവ് ചെയ്ത് തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അതില്ല ഇന്ന്. അതിന് വിരുദ്ധമാണ്. അത് ചെയ്യരുതെന്നും കൂടിയാണ് പറയുന്നത്. അന്ന് ചെയ്തത് തെറ്റായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ ഈ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിയത്. അതായത് ഇത് ഹാനിമാൻ എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ പറയുന്നത് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് എങ്ങനെ, അതിന് പറയും പ്രതിരോധ ശേഷി കൂട്ടിയിട്ട് എന്നൊക്കെയുള്ള ഉത്തരമാണ് പറയുക. ഒന്നാമത് അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു സാധനമല്ല ഈ കൺസെപ്റ്റ്. അങ്ങനെയല്ല. ഈ കൂട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. ഓപ്റ്റിമൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. അതായത് പണ്ട് ഹാനിമാൻ ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇതുപോലുള്ള അലോപ്പതി വിരുദ്ധത എന്ന് പറയുന്ന ഒരു സാധനം, അതായത് അന്നത്തെ ഗാർഡൻ പ്രാക്ടീസിനുള്ള വിരുദ്ധത, അത് ഇന്നില്ല. അപ്പോൾ ഹോമിയോപ്പതി ഇന്ന് ഉണ്ടാക്കാനുള്ള കാരണമില്ല, അത് നമ്മൾ ഓൾറെഡി റദ്ദാക്കി. രണ്ടാമത്തെ കാരണം ഇന്നിപ്പോൾ ഇവർ പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം, അങ്ങനെ കൂട്ടുന്നതല്ല ഇവിടെ നടക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് വന്ധ്യതാ ചികിത്സ. വന്ധ്യതാ ചികിത്സയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിരോധ ശക്തി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഹോമിയോ മരുന്ന് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഈ പ്രതിരോധശേഷി കൂട്ടൽ ഇറ്റ്സെൽഫ് ഈസ് അൺസയന്റിഫിക്. ആ പറച്ചിൽ തെറ്റാണ്. നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുറയ്ക്കാം. ഇപ്പോൾ ഇമ്മ്യൂണോ സപ്രഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മളത് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ കൂട്ടി നിർത്തുക എന്ന് പറയുന്നതില്ല. കൂട്ടി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്താൽ അത് ഓട്ടോ ഇമ്മ്യൂണിറ്റിയിലേക്കും അതുപോലെ മറ്റു പല പ്രശ്നത്തിലേക്കാണ് പോവുക. ഇപ്പോൾ കോവിഡ് വന്നിട്ട് ആളുകൾ മരിച്ചത് സത്യം പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടിയിട്ടാണ്. അതായത് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നൊരു വിഷയം. അപ്പോൾ ഓവറായിട്ട് ബോഡി റിയാക്ട് ചെയ്യും. അപ്പോഴാണ് ആളുകൾ കൂടുതലും മരിക്കുന്നത്. അത് ആ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിൽ വരേണ്ട സംഗതിയെ കൂടുതലായിട്ട് അത് ഉണ്ടാവുമ്പോൾ അത് സ്റ്റോം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളുകൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അതിൻ്റെ ആ ഒരു അതിൻ്റെ സബ്സീക്വൻറ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അത് ബോഡിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും അതാണ് തെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പറച്ചിൽ തന്നെ അവിടെ തെറ്റാണ്. ഓക്കെ, ഇനി ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള സംഗതികൾ ഇപ്പോൾ നമ്മൾ ചില പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഗിലോയ് പോലെയുള്ള ചില ചെടികളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന, അതായത് നമ്മളുടെ ആയുർവേദത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇതേപോലെ കോവിഡിന്റെ സമയത്ത് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇത് ഹോമിയോയിലും മദർ ടീച്ചറായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് ബോഡിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇത് തള്ളാനുള്ളൊരു കാരണം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് കുട്ടി ഉണ്ടാക്കുക ഹോമിയോ മരുന്ന് കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അത് ഇവർക്ക് പറയാൻ കഴിയില്ല. ഇനി മൂന്നാമത്തത്, ആധുനിക ലോകം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാൻസർ പോലെ, ഡയബറ്റീസ്, അതുപോലെ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിലെങ്ങനെയാണ് നിങ്ങൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് ഇതുപോലെ ചികിത്സ ഉണ്ടാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. ആ എക്സ്പ്ലനേഷൻ വരുന്നില്ല. ഇതാണ് ഒരു രണ്ടാമത്തെ വശം. ഇനി മൂന്നാമത്തെ ഒരു വശം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കുന്ന മരുന്ന് ഹോമിയോപ്പതി മരുന്ന് ഹോമിയോ ആവുന്നത് എങ്ങനെയാണ്? അത് നിങ്ങളൊരു തുളസി നീര് ആയതുകൊണ്ട് അത് ഹോമിയോ ആവില്ല. അതിപ്പോൾ ജർമ്മൻ മെയ്ഡ് തുളസി ആയാലും അത് ഹോമിയോ അല്ല. ഓക്കെ, അത് ഹോമിയോ ആവണമെന്നുണ്ടെങ്കിൽ അത് നേർപ്പിക്കുമ്പോഴാണ് അത് ഹോമിയോ ആവുന്നത്. നേർപ്പിക്കാത്ത സാധനം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആയുർവേദം കൊടുക്കുന്നു, അല്ലെങ്കിൽ പച്ചമരുന്ന് കലക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹോമിയോപ്പതിക് എഫക്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല. അത് അതിൻ്റെ ഫിസിയോളജിക്കൽ ഡോസിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബയോകെമിക്കൽ എഫക്റ്റാണ്. ഹോമിയോപ്പതി പറയുന്നത് അതിൻ്റെ ഓർഗൻ ഓഫ് മെഡിസിൻ പറയുന്ന പ്രകാരം നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിൽ മെറ്റീരിയൽ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ജീവശക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണെന്നാണ് പറയാം. അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ മാറ്റാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മെറ്റീരിയൽ ഡോസിൽ കൊടുത്തിട്ട് കാര്യമില്ല. അത് കാരണം നമ്മൾ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കിയ സാധനം വലിയ പുള്ളിയാണ്, അത് സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നിനകത്തുള്ള സ്പിരിറ്റിനെ നിങ്ങൾ പുറത്തേക്ക് എടുക്കണം. അതിന് നിങ്ങൾ കുലുക്കണം, ഇടിക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങും ഈ സ്പിരിറ്റ്. അങ്ങനെ സ്പിരിറ്റ് ഇറങ്ങിയിട്ട് ഈ സാധനത്തിനെ പോയി ഇടിക്കും. അപ്പോൾ അത് ഈ നമ്മളുടെ പണ്ട് ജയ് ഹനുമാൻ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അമ്പ് പോയിട്ട് ഇങ്ങനെ, അതൊരു സൂപ്പർ പരിപാടിയാണല്ലോ. അത് ഡൈനാമിക് പ്ലെയിനിൽ നടക്കുന്ന കാര്യമാണെന്നാണ് പറയുക. അത് ഇന്ന ഭൂലോകത്തിലൊന്നും അത് നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ആലോചിക്കുന്നത് മദർ ടിഞ്ചർ കൊടുക്കുന്നു, ഓയിൻമെന്റ്സ് കൊടുക്കുന്നു, ടാബ്ലറ്റ്സ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് ഹോമിയോ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഹോമിയോപ്പതിക് മെഡിസിൻ ടൈപ്പ് ചെയ്ത് വെച്ചാൽ അത് ഹോമിയോ മരുന്ന് ആവില്ല. ഇപ്പോൾ അശ്വഗന്ധ എന്ന് പറയുന്ന സാധനം അത് ഹോമിയോ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, ആയുർവേദ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ നാടൻ വൈദ്യനും ഉണ്ടാക്കുന്നുണ്ട്. അശ്വഗന്ധ എടുത്തിട്ട് അരച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കൊടുക്കും. ഇതെല്ലാം
ഹോമിയോ ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? അതെന്തുകൊണ്ടാണ് പറയാത്തത്? ഇപ്പോൾ ഒരെണ്ണത്തിൽ നാടൻ പച്ചമരുന്ന് എന്ന് എഴുതിയിട്ട് അശ്വഗന്ധ, ഒരെണ്ണത്തിൽ ആയുർവേദിക് മെഡിസിൻ, പ്രൊപ്പറേറ്ററി ആയുർവേദിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അശ്വഗന്ധ, വേറൊരു കുപ്പിയിൽ പ്രൊപ്പറേറ്ററി ഹോമിയോപ്പതിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അശ്വഗന്ധ. ഇത് 3 അശ്വഗന്ധയാണ്. എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ ഇത് ലേബലിംഗ് അല്ല ഇത് തീരുമാനിക്കുന്നത്. ഹോമിയോ ആണ് ഉണ്ടാക്കിയത് ആരും നോക്കിയിട്ടുമല്ല, അത് കൊടുത്തത് ആരും നോക്കിയിട്ടുമല്ല, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്തെന്നുള്ളത് നോക്കിയിട്ടാണ്. അത് ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ പ്രകാരം നോക്കുമ്പോൾ നേർപ്പിക്കണം, നേർപ്പിക്കാത്തത് ഹോമിയോപ്പതി അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ഹോമിയോപ്പതിക് ഡ്രഗ്സ് ഇതും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോമിയോപ്പതിക് മെഡിസിൻ എന്ന വ്യാജേന നമ്മൾ കൊടുക്കുന്നത് ഹോമിയോപ്പതി അല്ലാത്ത മരുന്ന്. അതുകൂടാതെ ചില ബാൻഡായിട്ടുള്ള മോഡേൺ മെഡിസിനിലെ ഡ്രഗ്സ് വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ വയറിളക്കം അല്ലെങ്കിൽ മൂലക്കുരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില മരുന്നുകളിൽ ഈ ബാൻഡായിട്ടുള്ള സബ്സ്റ്റൻസസ് വരെ ഉണ്ട്. അപ്പോൾ അത് ഹോമിയോപ്പതിക് ആക്കുന്ന എങ്ങനെയാണ്? ഒന്ന് നേർപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ ക്രൂഡ് സബ്സ്റ്റൻസിന് പകരം 1x കൊടുക്കും അല്ലെങ്കിൽ 3x കൊടുക്കും. 2 തവണ നേർപ്പിക്കും. 2 തവണ നേർപ്പിച്ചാൽ അതിനകത്ത് സബ്സ്റ്റൻസ് ഇല്ലാതെ ആവുന്നില്ല. എക്സ് എന്ന് പറയുന്ന പൊട്ടൻസി ആണെന്നുണ്ടെങ്കിൽ 12 തവണ നിങ്ങൾ നേർപ്പിക്കണം. അപ്പോഴാണ് ഏകദേശം അതിനകത്ത് സാധനം പ്രത്യക്ഷമാവുക. സി ആണെന്നുണ്ടെങ്കിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ 23 ടൈംസ് ചെയ്യണം. എക്സ് ആണെന്നുണ്ടെങ്കിൽ സി ആണെന്നുണ്ടെങ്കിൽ അത് 12 തവണ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് 6x ഒക്കെ ആയിരിക്കും. അപ്പോൾ സാധനം അതിനകത്തുണ്ട്. ഇത് നമുക്ക് അളന്നെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ഹോമിയോപ്പതിക് ഡ്രഗ്സ് ഇതാണ് കോളേജുകളിൽ ഞങ്ങളെ പഠിപ്പിച്ച സാറുമാർ വരെ കൊടുത്തിരുന്നത് എന്നറിയുമ്പോൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് വരുന്നത്. ബട്ട് ദ തിങ് ഈസ്, തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തു, അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് യൂസ് ചെയ്തു. ഓവർ ദ ഇയേഴ്സ് ഒരു മാറ്റമില്ലാതെ സ്റ്റിൽ ഈ ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇത് തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ഇത് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ സ്പേസ് സയൻസിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യയിലെല്ലാം ചെയ്തുകൊണ്ടല്ലല്ലോ. ഇപ്പോൾ വാക്സിൻ കോവിഡിന് വന്നത് ഇന്ത്യക്കാർ മാത്രം കണ്ടുപിടിച്ചുകൊണ്ടല്ലല്ലോ. പുറത്ത് കണ്ടുപിടിച്ച് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞ മാതിരി പല മരുന്നുകളും നമ്മൾ പല കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുറത്തുള്ള തെളിവ് ഇവിടെ എടുക്കില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. തെളിവുകളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ സ്റ്റേറ്റ് ഫണ്ടിങ്ങിൽ നിന്ന് ഇത് പുറത്ത് കളഞ്ഞു. നമ്മളും ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾ ബാൻ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. അത് ആരെങ്കിലും കഴിക്കുന്നുണ്ട്, അവർ കഴിച്ച് പോക്കറ്റ് കാലിയാക്കുന്നുണ്ടെങ്കിൽ ആക്കട്ടെ, അത് അവരുടെ പേഴ്സണൽ അഫെയർ ആണ്. പക്ഷേ പൊതുപണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതും കുട്ടികളെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് തള്ളിവിടുന്നതുമാണ് നമ്മുടെ പ്രശ്നം. ബാക്കി രോഗികൾ എന്ത് ചെയ്യുന്നു അത് അവരുടെ ബേർഡൻ. നേരത്തെ പോയി മരിച്ചു വീഴുന്നതിൽ രാജ്യത്തിൻ്റെ ജനസംഖ്യ നിയന്ത്രിക്കാൻ വളരെ നല്ലൊരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതവർ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആളുകൾ ഇത്രയും നമ്മുടെ മോഡേൺ മെഡിസിൻ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലത്തെ ഇതര വൈദ്യങ്ങളെ തേടി പോകുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. ഹോമിയോ എസ്പെഷ്യലി കുട്ടികൾക്ക് കൊടുക്കാൻ ഹോമിയോ ആണ് ബെസ്റ്റ് എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. അവർക്കൊരു ദോഷവും ചെയ്യത്തില്ല എന്നുള്ളത്. ശരിക്കും എത്രത്തോളമാണ് ഈ ഒരു ഹോമിയോ കുട്ടികളിലാണെങ്കിലും അത് യൂസ് ചെയ്യുന്ന ആളുകളിലാണെങ്കിലും ദോഷം ഉണ്ടാക്കുന്നത്? ദോഷം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല നമ്മളൊരു സാധനം കൊടുക്കണോ കൊടുക്കണ്ടേന്ന് തീരുമാനിക്കുന്നത്. ഗുണം ഉണ്ടാക്കണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഈ കൊടുക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഒന്ന്, അങ്ങനെ കുഴപ്പം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതിന് എന്താ തെളിവ്? തെളിവില്ല. നമ്മളുടെ പഠനത്തിൽ നമ്മൾ തന്നെ ഏർപ്പെട്ടിട്ടുള്ള പഠനങ്ങളിൽ നമ്മൾ കാണുന്ന എന്താണ്? കുഴപ്പം ഉണ്ടാക്കുന്നു എന്നാണ്. അതായത് പുവർ മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ആഴ്സനിക് ആൽബിൻ്റെ ആ സാധനം വന്ന സമയത്ത് നമ്മളത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടത് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ലെഡും ആഴ്സനിക് അതിനകത്ത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് പുവർ മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അവരുണ്ടാക്കുമ്പോൾ അതിനകത്ത് കുഴപ്പമുണ്ട്. ഒന്നത്. ഇനി മദർ ടിങ്ചർ ഈ കുഴപ്പം ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ തരം ഒറിജിനൽ ഹോമിയോ ഡ്രഗ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു വാദത്തിന് സമ്മതിക്കാം. പക്ഷെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മദർ ടിങ്ചറാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പനി വരുന്ന സമയത്ത് സാധാരണ കൊടുക്കുന്ന ഒരു മദർ ടിങ്ചർ വെറാട്രം വിരിഡെ എന്ന് പറയുന്ന ഒരു മദർ ടിങ്ചർ, ഒരു മരുന്ന്, ഒരു ചെടിയാണ്. ഈ സാധനം കുട്ടികൾക്കടക്കം കൊടുക്കും, ചെറിയ കുട്ടികൾക്കടക്കം. നല്ല പനി എന്നൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ 10 മിനിറ്റ് ഇടവിട്ട് കൊടുക്കുന്നു, അരമണിക്കൂർ അല്ലെങ്കിൽ 3 നേരം 4 നേരം എന്നൊക്കെ ഹെവി ഡോസാണ് പോവുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഹൃദയത്തെ ബാധിക്കാം. ഈ സാധനം ഇതിങ്ങനെ ഒരു പൊട്ടൻ ടോക്സിൻ ആണെന്നുള്ളത് ഓൾറെഡി സ്റ്റഡീസ് ഉണ്ട്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അത് പറയും നിങ്ങൾക്ക് ഹോമിയോ വിരുദ്ധതയാണെന്നാണ് പറയാം, മുസ്ലിം വിരുദ്ധത എന്നൊക്കെ പറയുന്ന പോലെ. ഇത് ഹോമിയോ വിരുദ്ധത, ഇത് നിങ്ങൾ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതേപോലെ ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ചില കാര്യങ്ങൾ ഇപ്പോൾ മഞ്ഞൾ അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങൾ കാലങ്ങളായിട്ട് പാലിലിട്ട് കുടിക്കുന്നതാണ് എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ
സ്റ്റഡീസ് ഉണ്ട്, ഇത് കഴിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അപ്പോൾ അത് ബ്ലീഡിങ് ഡിസോർഡേഴ്സിലേക്ക് പോകാം എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കൊടുക്കരുതെന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് അത് ചെയ്യരുത്. പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, ഈ നമ്മൾ നോക്കിയിരുന്നു സായിപ്പ് നമ്മളുടെ പേറ്റന്റ് അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് പറയാറ്. അവരത് തള്ളി ഇപ്പോൾ. ഇനി അത് പറയുന്നത് ശരിയല്ല. കാരണം മഞ്ഞളിന്റെ കഥ കഴിഞ്ഞു, അത് പഴയ പോലെ ഇന്ന് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ കൂടെ ചേർത്ത് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു സ്റ്റഡി ആയിരുന്നു, എനിക്ക് തോന്നുന്നു ആരിഫും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹോമിയോ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. സോ കുട്ടികൾക്ക് നമുക്ക് കൂടുതൽ കൊടുക്കാം എന്ന് പറഞ്ഞൊരു സ്റ്റഡിയാണ്. സോ ആ സ്റ്റഡി ബേസിക്കലി നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മറുനാടന്റെ സ്റ്റഡിയാണ്. അതെ അതെ, മറുനാടനിലാണ് ഞാനത് വായിച്ചത്. സ്റ്റഡിയാണ്. സോ അവരുടെ പോർട്ടലിലാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. സോ യെസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റഡി വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് അൺസയന്റിഫിക് എന്നുള്ളത്. പക്ഷെ ഇത് സൊസൈറ്റിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഒരു ഓൾറെഡി ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ധാരാളം ഉണ്ട്. അതിനെങ്ങനെ ഊട്ടിയുറപ്പിക്കാനല്ലേ ഇത്തരം സ്റ്റഡീസ് സഹായിക്കത്തുള്ളൂ. ഒരു സയന്റിഫിക് സ്റ്റഡി എങ്ങനെ ആയിരിക്കണം, ഓൾസോ ഇത്തരത്തിലുള്ള തെറ്റായ സയന്റിഫിക് എന്നുള്ള ഒരു പേരിൽ വരുന്ന ഈ സ്റ്റഡീസിനെയൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ഈ സ്റ്റഡി നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇത് കാണുക മാത്രമല്ല, നമ്മൾ ഈ ഒരു റിസർച്ച് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ ഒരു ടീമുണ്ടല്ലോ. അപ്പം ഞങ്ങളിത് ഈ പേപ്പർ പബ്ലിഷ് ചെയ്ത് വന്ന പേപ്പറിൽ നമ്മൾ ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം അധികം വൈകാതെ ഈ സ്റ്റഡി അവിടെ നിന്ന് പിൻവലിക്കാനാണ് സാധ്യത. നമ്മൾ ഏതായാലും കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെയുള്ള റിട്രാക്ഷൻസ് പലപ്പോഴും വന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ജേർണൽസ് ചിലത് നിർത്തിയിട്ടുണ്ട്. അതും ഈ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ സ്റ്റഡി പെർട്ടിക്കുലർലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതിൽ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അതിപ്പോൾ കോവിഡ് കാലത്ത് പത്തനംതിട്ട സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന സാധനത്തിൽ നമ്മൾ കണ്ട കാര്യമാണത്. അതിനകത്തും കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. കൺട്രോൾ ഇല്ലാതെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഈ റിട്രാക്ഷൻ ഹിസ്റ്ററിയൊക്കെ വ്യാപകമായിട്ടുള്ളൊരു സംഗതി ആകുമ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട കാര്യമാണ് ഈ റിട്രാക്ഷൻ അല്ലെങ്കിൽ ഇതിനകത്ത് തെളിവുകൾ, കൺട്രോൾ ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പറയുന്നത് ഇതിലും അങ്ങനത്തെ പ്രശ്നമുണ്ട്, അൺസയന്റിഫിക് ആയി. കാരണം ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ഒരു ബയസ് ഇതിനകത്തുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇത് നടന്നിരിക്കുന്നത് കോവിഡിൻ്റെ സമയത്താണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. പത്രങ്ങൾക്ക് പിന്നെ ഇത് വാർത്തയാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കാര്യം. അപ്പോൾ അവരെ നമുക്ക് തെറ്റ് പറയാനും പറ്റുന്നില്ല. കാരണം ഇത് സാധാരണക്കാർ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലല്ല ഈ സംഗതി. ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ പി വാല്യൂ എന്നൊക്കെ പറയുന്ന സാധനം കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ കാണാം, ഒരു വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പി വാല്യൂ കാണുമ്പോൾ നമുക്ക് ഡാറ്റ റീചെക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ നമ്മളതിന് വിട്ടിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. നമുക്കിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നതിനെയോ പഠനം വന്നതിനെയോ നമ്മൾ എതിർക്കുന്നില്ല, വരട്ടെ. പക്ഷേ ഇതിൻ്റെ കൗണ്ടർ വരുമ്പോൾ അതും പബ്ലിഷ് ചെയ്യണം, പത്രങ്ങൾ കൊടുക്കണം. അതാണ് വരാത്തത്. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടുള്ള പല സാധനങ്ങളുണ്ട്. പക്ഷെ പിന്നീട് അത് എന്തായി എന്നുള്ളത് ആരും ചോദിക്കാറില്ല. പലതും റിട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു പണ്ടൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, അതിപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളുടെ വേർഡ് പ്രസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് എഴുതുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ആർട്ടിക്കിൾ ഞാൻ ഇതേപോലെ വന്നപ്പോൾ ഞാൻ അത് കോട്ട് ചെയ്ത് ഒരു വാർത്തയൊക്കെ ആക്കി ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നു അത് റിട്രാക്ട് ചെയ്തു. അപ്പോൾ അതൊരു മെഡിസിൻ, റെസ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എഫക്റ്റ് വന്നു, അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ അത് എടുത്ത് ഒരു പോസ്റ്റാക്കി വണ്ടർഫുൾ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു വന്നു. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. അതിന് കാരണം അതിനകത്തൊരു ഡാറ്റ മാനിപ്പുലേഷനാണ് നടന്നത്. നമ്മളെ പത്തനംതിട്ട സ്റ്റഡി നടന്ന അതേ സാധനം. അപ്പോൾ അത് റിട്രാക്ട് ചെയ്തു. ഈ പത്തനംതിട്ട സ്റ്റഡി ഇന്നും അലൈവായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഏതോ മോളിൽ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്തിട്ട്, അതാണ് പബ്ലിഷിംഗ് പിയർ റിവ്യൂ ഒന്നും നടത്താതെ ചെയ്തൊരു സാധനമാണ് അവരിത് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത്. സത്യത്തിൽ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ആളുകൾക്ക് അതിനകത്ത് ഒരു കമൻറ്റ് പറയാൻ പറ്റാത്തത്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പേപ്പർ അവർ പബ്ലിഷ് ചെയ്തു, സയന്റിഫിക് റിപ്പോർട്ട്സിലാണ് പബ്ലിഷ് ചെയ്തത്. അപ്പം നമ്മൾ അതിന് മറുപടികൾ വേറെ പല ആളുകളും കൊടുത്തു. ഞാനല്ല, വേറെ ആളുകൾ കൊടുത്തപ്പോൾ അതിനകത്ത് അത് വെരിഫൈ ചെയ്തിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ അത് റിട്രാക്ട് ചെയ്തു. അപ്പം എന്തായി? നമ്മൾ ആരായി? ശശിധർ ഒരു കോപിക്ക്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ഇതാണ് അന്ന് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇതാണ് ഈ സയന്റിഫിക് ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്ത് നടക്കുന്ന ഇതിൻ്റെ രീതി ഇതാണ്.
ഇത് പൊതുജനങ്ങൾക്ക് അറിയില്ല ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ധാരണ മനോരമയിൽ പബ്ലിഷ് ചെയ്തൂടെ, മംഗളത്തിൽ പബ്ലിഷ് ചെയ്തൂടെ എന്നാണ് ഇവർ ചിന്തിക്കുക. അങ്ങനെയല്ല ഈ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സയന്റിഫിക് ജേണലിലേക്ക് വിടുന്നു, അവരൊരു ഡെസ്കിൽ അത് ഒരു ഇനീഷ്യൽ ചെക്ക് നടത്തി അതിനകത്ത് ഒരു പബ്ലിഷ് ചെയ്യാവുന്ന ക്വാളിറ്റി ഉണ്ടോ, അതിന്റെ ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി, പിന്നെ ഒരു ബേസിക് ഒരു സംഗതി അബ്സ്ട്രാക്റ്റ് ഒക്കെ വായിച്ച് നോക്കി അവർക്ക് ഇത് വാലിഡ് ആണ്, അവരുടെ ജേണലിൽ ചേർന്നതാണെന്നുണ്ടെങ്കിൽ അവർ അടുത്ത ലെവലിലേക്ക് കടത്തിവിടും. അങ്ങനെ അവിടെ കടത്തി വിട്ടിട്ട് പിന്നെ അത് പീർ റിവ്യൂവിങ്ങിലേക്ക് പോകും. പീർ റിവ്യൂവിങ്ങിലേക്ക് ചിലപ്പോൾ ഞങ്ങളുടെയൊക്കെ ചില പേപ്പേഴ്സ് 4-5 റൗണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. അവരിങ്ങോട്ട് അയക്കും, നമ്മളത് തിരുത്തി അയക്കും, അതിൽ അവർ പറഞ്ഞ കറക്ഷൻസ് നമ്മൾ വെരിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അത് അവരുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത്, അങ്ങനെ 5-8 തവണയൊക്കെ ചെയ്തിട്ടുള്ളതുണ്ട്. എന്നിട്ട് അത് റിജക്ട് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൊടുത്തിട്ട് ഇതില്ല, നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് റിജക്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് ഡൊമൈൻ പ്രശ്നമുണ്ട്. ചിലയിടത്തൊക്കെ ഈ റിവ്യൂവിന് പോകുമ്പോൾ ഈ റിവ്യൂ ബോർഡിൽ ഹോമിയോക്കാരുണ്ടാവും, അല്ല ആയുർവേദക്കാരുണ്ട്, അവർ ഓൺ ദ സ്പോട്ട് റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരും. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവർ വെരിഫൈ ചെയ്യാനൊരു ബോഡി ഉണ്ട്. നമ്മൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ കൊടുത്ത കണക്കുകൾ ശരിയാണോ, അതിനകത്ത് മാനിപ്പുലേഷൻ ഉണ്ടോ, അതിനകത്ത് ട്വീക്കിംഗ് നടന്നിട്ടുണ്ടോ, അതുപോലെ പല പല വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പത്രത്തിൽ ഇത് എനിക്കൊരു വാർത്ത ഉണ്ടോ എന്ന് പബ്ലിഷ് ചെയ്യണം അങ്ങനെയല്ല, അല്ലെങ്കിൽ അവർ വന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ കൊടുത്ത വാർത്ത ശരിയാണോ നോക്കിയിട്ട് പബ്ലിഷ് ചെയ്യും, ഇതൊന്നും അല്ല അവിടെ നടക്കുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ആ ഫോർമാറ്റിൽ കൊടുത്ത് അത് വളരെ ഒരു എന്താ പറയുക, വ്യവസ്ഥാപിതമായ ഒരു രീതി തന്നെയാണ് അതിനകത്ത് അവർ ഫോളോ ചെയ്യുന്നത്. അതാണ് ഈ ഇതിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പല ആളുകളും വെറുതെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പിയർ റിവ്യൂഡ് ആയിട്ടുള്ള സ്റ്റഡീസോ ഇതൊന്നും അല്ല അവർ മുഖവിലേക്ക് എടുക്കുന്നത്. അവർ ജസ്റ്റ് ആരെങ്കിലും പറയുന്ന ഒരു അനുഭവ കഥയുടെ പുറകെ പോകും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീൻ്റെ കൊച്ചിൻ്റെ അസുഖം ഹോമിയോ വെച്ചിട്ട് മാറി എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ വിശ്വസിക്കുകയാണ് പൊതുവെ ചെയ്യാറ്. സോ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും ആളുകൾ കൂടുതൽ ഈ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോവുകയും അതിൽ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഹോമിയോ കഴിക്കുമ്പോൾ അസുഖം മാറുന്നത് വെറും ഒരു പ്ലാസിബോ ഇഫക്റ്റ് മാത്രമാണോ? അല്ല, നമ്മൾ അതിനകത്തൊരു 8ഓളം കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു 4ാമത്തെ കാരണം മാത്രമാണ് പ്ലസീബോ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 8 കാരണങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചില അസുഖങ്ങൾ സെൽഫ് ലിമിറ്റിംഗ് ആണ്, ചില അസുഖങ്ങൾക്ക് ഒരു സൈക്ലിക്കൽ നേച്ചർ ഉണ്ട്, ചില അസുഖങ്ങൾക്കൊരു എന്താ പറയുക ഒരു റിഗ്രഷൻ, അതിനകത്ത് നാച്ചുറൽ റിഗ്രഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു ബിലീവർ മെന്റാലിറ്റി വരുന്നുണ്ട്, പിന്നെ ഹൈബ്രിഡ് തെറാപ്പിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ആയുർവേദവും കഴിക്കുന്നു, ഹോമിയോയും കഴിക്കുന്നു, എന്നിട്ട് മോഡേൺ മെഡിസിനും കഴിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അതിന് ഗുണം വരുമ്പോൾ ഇപ്പുറത്ത് വരും. അതേപോലെ നിങ്ങൾക്ക് തെറ്റായ ഡയഗ്നോസിസ് ആവാം. നിങ്ങളൊരു അസുഖമാണെന്ന് ധരിക്കുകയാണ്, എന്നിട്ട് അതിന് മരുന്ന് കഴിക്കാം, സത്യത്തിൽ അതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അസുഖം മാറുമ്പോൾ നിങ്ങൾ ആ തെറ്റായാണ് എന്ന് നിങ്ങൾ അറിയാതെ നടത്തിയ ഡയഗ്നോസിസ് ആണ് നിങ്ങൾ മാറി എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഇതുപോലുള്ള ഒരുപാട് കാരണങ്ങൾ. പിന്നെ ഒരു പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയുന്നത്, അതായത് ഒരു സംഭവം നിങ്ങൾ മരുന്ന് കൊടുത്തു, അസുഖം മാറി, സോ നിങ്ങളങ്ങ് പറയാണ് ദർഫോർ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഈ അസുഖം മാറിയത്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിലൊന്ന് മാത്രമാണ് ഈ പ്ലസീബോ എന്ന് പറയുന്നത്. ഇനി പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് മോശം കാര്യമാണെന്നല്ല നമ്മൾ പറയുന്നത്. പ്ലസീബോ എഫക്റ്റ് ഇറ്റ്സ് ആൻ എഫക്റ്റ്, അത് ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അസുഖങ്ങൾ ഒരു ഗോൾഡൻ അവർ ഉണ്ട് ഓരോ അസുഖങ്ങൾക്ക്. ആ ഗോൾഡൻ അവർ നമ്മൾ വേസ്റ്റ് ആക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സാധാരണ ഇവർ പറയുന്നത് പ്ലസിബോ എഫക്റ്റ് ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്നാ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പ്ലസിബോ എഫക്റ്റിൽ നിങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് 5.5 വർഷം ഒരു കുട്ടീനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾ ഇതേപോലെ പൊതുപണം ചെലവഴിക്കേണ്ട കാര്യമില്ല. ഇതാ നമ്മൾ പറഞ്ഞത്, അത് ആർക്ക് വേണേലും ചെയ്യാം. അത് വല്ല അങ്ങാടിയിലിരിക്കുന്ന വൈദ്യുതി ചെയ്തോട്ടെ, അത്ര പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് BHMS കോളേജൊന്നും നടത്തേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്ലസിബോ എഫക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പ്ലസിബോ കൺട്രോൾ ട്രയലൊക്കെ നടത്തുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പം അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യം ഇതാണ്, അത് ഒരു രോഗത്തിന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വെച്ച് നിങ്ങൾ രോഗം മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സത്യത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള ഗോൾഡൻ അവർ മിസ്സാക്കിയിട്ട് അസുഖങ്ങൾ വഷളാക്കുക, അനാവശ്യമായ മരണങ്ങൾ, അവോയ്ഡബിൾ ഹെൽത്ത് കെയർ ബേർഡൻ, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ കേസസിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ സർവൈവ് ചെയ്യാവുന്ന ആ സ്റ്റേജ് മാറിപ്പോവും. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന കേസുകൾ ഇതൊക്കെ വെച്ച് സമയം കളയുമ്പോൾ 3rd സ്റ്റേജോ 4th സ്റ്റേജോ ഒക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് സംഭവിക്കുന്നത്. പാമ്പ് കടിക്ക് വരെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. പാമ്പ് കടിയുടെ ഗോൾഡൻ അവർ പിന്നെ നമുക്കറിയാം, ആദ്യത്തെ ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ആ മണിക്കൂർ ഇവർ ഹോമിയോ മരുന്ന് കൊടുത്തോണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും, പച്ചമരുന്ന് കൊടുത്തോണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും, എന്നിട്ട് അത് മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരും ഹോസ്പിറ്റലിൽ. പക്ഷെ അപ്പോഴേക്കും കൈവിട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ അവർ ഒരു വലിയ ഫാക്ടറാണ്. പൊതുവെ നമ്മൾ ഈ ഹോമിയോയുടെ കാര്യം ഇപ്പം ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം,
ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല നമ്മൾ പറയുമ്പോഴത്തേക്കിനും അവർ തിരിച്ചു വെക്കുന്ന ഒരു കാര്യം മേ ബി ഹോമിയോ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലായിരിക്കാം, ഇപ്പൊ പറയുന്ന പ്ലസിബോ ഇഫക്റ്റ് കൊണ്ടായിരിക്കാം അസുഖം മാറുന്നത്. ബട്ട് സ്റ്റിൽ പറയുന്ന മാറുന്നുണ്ടല്ലോ, മോഡേൺ മെഡിസിൻ കഴിച്ചുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് നമുക്ക് കുറയ്ക്കാമല്ലോ, എന്തായാലും മാറുന്നുണ്ട്. അപ്പൊ പിന്നെ അതല്ലേ ബെറ്റർ എന്നുള്ളൊരു കാര്യം. അതാ ഞാൻ പറഞ്ഞു. പലരും പറയാറുള്ള കാര്യം ഈ മോഡേൺ മെഡിസിൻ ആവശ്യമില്ലാണ്ട് കഴിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ബോഡിക്ക് ഒരു ബേർഡൻ കൊടുക്കലാണെന്നാണ് ഒരു തെറ്റിദ്ധാരണ. ശരിക്കും അങ്ങനെയാണോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് നമ്മൾ സമ്മതിച്ചാൽ ആയിക്കോട്ടെ, പക്ഷെ അതിന് BHMS വേണ്ട. അതാ നമ്മൾ ഒരു പ്ലാസിബോ എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഒരു മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 5.5 വർഷം കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്നുള്ളത്. നിങ്ങൾ വെറുതെ വെള്ളം എടുത്ത് കൊടുക്കുക, അതല്ലേ ഉസ്താദുമാർ ചെയ്യുന്നത്. അവിടെ മന്ത്രിച്ചൂതി വെള്ളം, അത് അവർ ചെയ്തോട്ടെന്നേ. ഇനി അത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ കോളേജ് കെട്ടി ഇത്രയും അധ്യാപകരെ അതിനകത്ത് നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് ഗവൺമെന്റ് അല്ലേ കൊടുക്കുന്നത്, പൊതുപണമല്ലേ ഇതിനെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മന്ത്രിച്ചൂതി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊതുപണം വേസ്റ്റ് ആക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പ്ലാസിബോ എഫക്റ്റിൽ നിങ്ങൾ അസുഖം മാറ്റിക്കുക, അത് പ്രശ്നമുള്ളതൊന്നല്ല. നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ കുറച്ച് ആളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പോപ്പുലേഷൻ ബേർഡൻ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും, അതാണ് ഉണ്ടാവുക. സോ ഇപ്പം കുറച്ചായി ഹോമിയോയുടെ ഒരിടയ്ക്ക് ഹോമിയോ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഹോമിയോയുടെ ക്രിറ്റിസിസംസ് കേൾക്കുക, അതൊക്കെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. കുറച്ച് നാളായിട്ട് ആ സീനൊക്കെ ഒന്ന് വിട്ടുപിടിച്ചിരിക്കുമായിരുന്നു. അപ്പം ഇപ്പൊ ഈ ആരിഫിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോമിയോ ഡോക്ടറിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ എടുത്ത് നോക്കി, ഇപ്പോഴത്തെ ട്രെൻഡിങ് പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഹോമിയോ, വന്ധ്യത മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഹോമിയോ കൊടുക്കുന്നു. അതിൽ ധാരാളം ആളുകൾ ലൈക്ക് ചെയ്തിരിക്കുന്നു, കമന്റ് ചെയ്തിരിക്കുന്നു, ഷെയർ ചെയ്തിരിക്കുന്നു. എങ്ങനെ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്? ഇവിടെ ഉരുളി കമിഴ്ത്തിയിട്ട് കുട്ടികളുണ്ടാവുന്ന ആളുകൾ വിശ്വസിക്കുന്നില്ലേ? അതെ, കൃപാസനം അവിടെ പോയി നോക്കി, അവിടുത്തെ തിരക്ക് കണ്ടിട്ടില്ലേ? വിശ്വസിക്കാനും ഇപ്പൊ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അനുഭവ സാക്ഷ്യങ്ങൾ എപ്പോഴും അനുഭവങ്ങൾ തന്നെയാണ്, അതുപോലെ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ശാസ്ത്രത്തിനൊരു വഴിയുണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ വെരിഫൈ ചെയ്യാൻ. അതിൽ ഫെയിൽ ആവുന്നു, അതുകൊണ്ടാണ് നമ്മൾ അതിൽ വിശ്വസിക്കാത്തത്. ആ ഒരു ഫിൽറ്ററിലൂടെ കടന്നു പോവാൻ കൃപാസനം തയ്യാറായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥന നടത്തുന്ന മന്ത്രിച്ചൂതുന്ന ആര് വേണേലും തയ്യാറായിക്കോട്ടെ, ഹോമിയോക്കാർ തയ്യാറാവട്ടെ. എന്താ അവർ ചെയ്യാത്തത്? ഈ കുട്ടികളുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു, ഞാൻ അതിൻ്റെ ഡേറ്റ, ഗവൺമെൻറ് ഡേറ്റ നമ്മൾ നോക്കിയിട്ടുള്ളതല്ലേ, ലെസ് ദാൻ 5% ആണ് അതിൻ്റെ എഫക്റ്റീവ്നെസ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാനുള്ള സാധ്യത തന്നെ 20% അടുത്താണ്, അതിനേക്കാളും കുറവല്ലേ ഇത്. ഇത് ഒരു തമാശയുണ്ട്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് സംഭവിച്ച കാര്യമാണ്. അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടി ക്യൂ ചെയ്തിട്ടുള്ള കുറേ ആളുകൾ, അവർ സർജറിയും അതുപോലെ പല കാര്യങ്ങളും ഫേസ് ചെയ്തിരുന്ന, അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്ന ആളുകളാണ്. പക്ഷെ പെട്ടെന്ന് കോവിഡ് വരുന്നു, ലോക്ക്ഡൗൺ ആവുന്നു. പിന്നെ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിരുന്ന പല വന്ധ്യതയ്ക്ക് വേണ്ടി ചികിത്സ നടത്തിയിരുന്ന ആളുകൾ വിതിൻ 1 ഇയർ കുട്ടികളാവുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ കുട്ടി ഉണ്ടായത്? അപ്പോൾ ഇത് പലതും തെറ്റായ രീതിയിൽ ഡയഗ്നോസിസ് വന്ന് പല പല വിഷയങ്ങളുണ്ട്, മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പോൾ അങ്ങനെ ഭാഗമായിട്ട് അനാവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്ന ആളുകളാണ് അവർ. അതിവിടെ വന്നൂടെ ഹോമിയോപ്പതിയിൽ? അതെന്താ സമ്മതിക്കാത്തത്? അപ്പോൾ പലരും ഇതുപോലെ പറയുന്ന സമയത്ത് അവർക്ക് അവരുടെ കൺസേൺ ആണ് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ചെല്ലും. അപ്പോൾ ഡോക്ടർമാർ നോക്കുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഇങ്ങനെ ഒരു സംഗതി വരികയാണ്, കൂടുതൽ ഇതിനുള്ള സമയമൊക്കെ കിട്ടുമ്പോൾ അത് മാറുന്നു. അപ്പോൾ ഇത് സംഭവിച്ച കാര്യമാണ് കോവിഡിൻ്റെ സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു നാച്ചുറലി തന്നെ റിസോൾവ് ചെയ്യാൻ സാധ്യതയുള്ള, അത് തന്നെ ഇപ്പം നമ്മൾ നടത്തിയ പഠനത്തിൽ 50% 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഈ ഇതിനകത്ത് വന്ന് വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആൾ. എന്ത് അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ എടുത്തിരിക്കുന്നത്? അതുകൂടാതെ ഇതിൽ എത്ര പുരുഷന്മാർക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് കണക്കില്ല. ഇനി നമ്മൾ കണക്ക് ഉള്ളത് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരു 14 ജില്ല ഉള്ളതിൽ ഒട്ടുമുക്കാൽ, അതിനകത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ കണക്ക് പോലുമില്ല. എന്നിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കാൻ കഴിയണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ കണക്കില്ലാതെ എങ്ങനെ ഇത് സക്സസ്ഫുൾ ആണെന്ന് പറയുന്നു, ഇതാണ് നമ്മുടെ ചോദ്യം. അതിനവർക്ക് ഉത്തരമില്ല. അതിപ്പോഴും നമ്മൾ ചോദിക്കുകയാണ്, കണക്കില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്? ഇതൊരു അവൈലബിലിറ്റി, ഒരു ബയസ് ഉണ്ട് ഇതിനകത്ത്. അതായത് അവർ നോക്കുമ്പോൾ കുറേ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, ശരി, അത് നമ്മളെ മരുന്നുകൊണ്ടാണെന്ന് അവരങ്ങ് സ്ഥാപിക്കുകയാണ്. അത് അവകാശവാദം ഉന്നയിച്ച് അവരെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അതിനകത്ത് ആളുകളെ കൊണ്ടുവന്ന് ബിരിയാണി കൊടുക്കും, പിന്നെ തീർന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന കുറേ അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, PCOD, ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഹോമിയോ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിസ്, ഇതൊക്കെ എത്രത്തോളം വലിയൊരു സാമൂഹിക വിപത്ത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആളുകളുടെ ലൈഫ് വെച്ചിട്ടുള്ള പരിപാടിയല്ലേ? സോ സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. അതൊരു വലിയ ഒരു അറിയേണ്ട ഒരു വിഷയം കൂടിയാണ് അത്. അതായത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹോമിയോപ്പതി ചീപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുക.
ഓക്കെ, നിങ്ങൾ രണ്ട് കാര്യമാണ്. ഒന്ന് ചീപ്പാണ്, രണ്ട് നിങ്ങൾ മോഡേൺ മെഡിസിൻ കഴിച്ചാൽ അത് ആജീവനാന്ത കാലം കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിച്ചോ, ഇതാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. സത്യത്തിൽ ഇത് ചീപ്പാണോ എന്നുള്ളതാണ്, ചീപ്പല്ല ഒന്നാമത്തെ കാര്യം. കാരണം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചില മെഡിസിൻ, ഇപ്പം ഞാനൊരു മെഡിസിൻ കഴിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഞാൻ അതിൻ്റെ ആ മരുന്ന് ആദ്യം ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 മാസത്തേക്കുള്ള മരുന്ന് എടുത്തോ എന്ന് പറഞ്ഞു. നാട്ടുകാർ പിരിവിട്ടിട്ടൊക്കെ ആയിരുന്നല്ലോ അന്ന് മരുന്ന് വാങ്ങാനുള്ള കാശ് തന്നെ. അപ്പോൾ ഏതായാലും മരുന്ന് വാങ്ങാൻ പോകണം, അപ്പോൾ 3 മാസത്തേക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അവർ മരുന്ന് തന്ന് എന്നോട് പറഞ്ഞു എത്ര 3 മാസത്തെ മരുന്നിന് ഏതാണ്ട് 20 രൂപയോ അങ്ങനെ കണ്ടൊരു പൈസയാണ് എന്നോട് പറഞ്ഞത്. 20 ഞാൻ വെച്ച പോലെ 20,000 ആണ് ഉദ്ദേശിച്ചത്. അപ്പം എന്താ വെച്ചാൽ 10 ഗുളികയുടെ ഒരു സ്ട്രിപ്പിന് വില വരുന്നത് 5 രൂപയാണ്. ഓക്കെ, അങ്ങനെ ഒരു കണക്കാണ് എൻ്റെ ഓർമ്മയിൽ. പിന്നെ കൂടാതെ വേറെ 1-2 മരുന്ന് കൂടിയാണ്. എല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാം കൂടി ഒരു 200 രൂപയുടെ താഴെയാണ് വരുന്നത് ഈ ഒരു ഇത്രയും ദിവസത്തേക്കുള്ള മരുന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ആളോട് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ, അപ്പോൾ ഞാനാണെങ്കിൽ ചില്ലറ ഇല്ലാതെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ അവസ്ഥ. എന്നാൽ ഇപ്പോൾ ഇതുപോലെ ഒരു അസുഖത്തിന് ഇപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ തൈറോയിഡിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 120 ടാബ്ലറ്റ്സ് വരുന്ന ഒരു ഗുളികയാണ് നിങ്ങൾ തൈറോയിഡിന് കഴിക്കേണ്ടി വരിക എന്ന് വിചാരിക്കും. ഒരു 75 മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് രാവിലെ നിങ്ങൾ കഴിക്കണം. അതിന് കൂടിപ്പോയ എത്ര രൂപ വരും? ഒരു 500 രൂപ വന്നെന്ന് വിചാരിക്കാം ഒരു ബോട്ടിലിന്. 120 ദിവസത്തേക്കാണ്. ഓക്കെ, നിങ്ങൾ ഒരു മാസത്തെ മരുന്ന് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർ അടുത്താണ് പോയി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് തന്നെ വരും മിനിമം ഒരു 1,500 രൂപ. യെസ്, ഇതിലെവിടെയാണ് കുറവുള്ളത്? ഒന്നത്, ഇനി ഇത് കഴിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? അതുമില്ല. നിങ്ങൾ കഴിക്കും, ഒരു 2 വർഷമൊക്കെ കഴിച്ചെന്ന് വരും, അല്ലെങ്കിൽ 3 വർഷം കഴിക്കും. കുറെ കഴിയുമ്പോൾ ഇത് പിടിവിടുമ്പോൾ നിങ്ങൾ വീണ്ടും മറ്റേ മോഡേൺ മെഡിസിനിലേക്ക് പോകും. പക്ഷെ അപ്പം പ്രശ്നം, നിങ്ങൾ ആദ്യം 75 മില്ലിഗ്രാം കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പം നിങ്ങൾ കഴിക്കേണ്ടി വരിക 150 ആയിരിക്കാം, അല്ലെങ്കിൽ 300 ആവാം. മാറി. ഇത് ഡയബറ്റീസിലൊക്കെ വരുമ്പോൾ വലിയ ദോഷമാണ്. ഇപ്പോൾ തൈറോയിഡ് എന്ന് പറയുമ്പോൾ പ്രശ്നം തന്നെയാണ്, പക്ഷേ ഡയബറ്റീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിയാക് അതിനുള്ള ഇഷ്യൂസ് കൂടുന്നു. അതുപോലെ പല പല വിഷയങ്ങൾ കൂടുകയാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് വർദ്ധിച്ചുകൊണ്ട് വരും. അപ്പോൾ ഗോൾഡൻ അവർ അവിടെ മിസ്സാക്കുകയാണ്. ഇത് കൂടുതൽ ഡാമേജസിനുള്ള വഴി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഓരോരോ സംഭവമായിട്ട് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് ചീപ്പല്ല. ഗവൺമെൻറ് ക്ലിനിക്കിലൊക്കെ ചിലപ്പോൾ ചീപ്പായിരിക്കും. അതിപ്പോൾ മോഡേൺ സയൻസിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് ചീപ്പല്ലേ. അപ്പോൾ അത് വെച്ചിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് വേണ്ട മരുന്ന് നിങ്ങൾ ഒരു മാസത്തേക്ക് ഇത് കഴിക്കുക, അത് കഴിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യാസം ഇതാണ് നമ്മൾ നോക്കേണ്ടത്. കേരളത്തിലാണ് കുറച്ചെങ്കിലും ഭേദം ഈ പറഞ്ഞ ഹോമിയോപ്പതിയുടെ ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ വലിയ തുകയാണ് ഇതിന് ചിലവഴിക്കേണ്ടി വരിക. അത് തന്നെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ആളുകൾ ഹോമിയോപ്പതിയിൽ നിന്നും വിട്ടുപോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം അവിടെ മറ്റ് ചികിത്സകൾ അവരുടെ ഗവൺമെൻറ് ഫണ്ടിങ്ങിൽ ഉൾപ്പെടും. അതിൻ്റെ NHS ഫണ്ടിങ് ആണെങ്കിലും ഒക്കെ അതിനകത്ത് പെടും, റീംബേഴ്സ് ചെയ്യും. പക്ഷേ ഹോമിയോപ്പതി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അതിനകത്ത് വരില്ല. അപ്പോൾ ആളുകൾ കൂടുതൽ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പെടും. അപ്പോൾ നമ്മുടെ നാട്ടിലും ഒരു നാഷണലൈസ്ഡ് ഒരു ഇൻഷുറൻസ് സ്കീം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വ്യാപകമായാലും ഇതൊക്കെ തനിയെ നിന്നോളും. അതാണ് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കിയെടുത്തോളം ഈ ഹോമിയോ കൈവച്ചിട്ടില്ലാത്തൊരു മേഖല ഈ പറയുന്ന പ്രസവരക്ഷയൊക്കെയാണെന്ന് തോന്നുന്നു. അതോ അതും ഹോമിയോ അതൊക്കെ പണ്ടൊക്കെ അതെ രക്ഷയല്ലേ? അതൊക്കെ ആയുർവേദത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ രക്ഷ എന്ന് പറയുന്ന രീതിയിലല്ല. പക്ഷെ അതിനുള്ള കംപ്ലൈൻസിന് ഇപ്പോൾ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ വേണ്ടി വരെ മരുന്നുണ്ട്. യെസ്, അതൊക്കെ ഉണ്ട്. നമ്മൾ ചില്ലറക്കാരൊന്നുമല്ല. ഒന്നിനും മരുന്നില്ലാത്തതില്ല. സ്പേസിൽ പോകുമ്പോൾ വിശക്കാതിരിക്കാൻ വരെ മരുന്ന് പിന്നെയാണോ?